നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് കറക്റ്റ് പേരുകൾ നിങ്ങൾ പറഞ്ഞുതരും. ഫസ്റ്റ് 3 സ്റ്റാർട്ടേഴ്സാണ്. ഓക്കെ. ഇത് നമ്മളെ കേരളത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് മെഡ്ലി ഓഫ് സീ ഫുഡ് കേരള. ഓക്കെ. ഇതിനകത്ത് വരുന്നത് ചെട്ടിനാട് മീൻ വറുവൽ, സിയർ ഫിഷാണ്. ഓക്കെ. പിന്നെ സ്ക്വിഡ് പെപ്പർ ഫ്രൈ, ഓക്കെ, കൊഞ്ച് കുരുമുളക് ഇട്ടത്. ഓക്കെ. 3 ഐറ്റവും കൂടെ ഒരു പ്ലേറ്ററായിട്ട് തരികയാണ്. ഓക്കെ. നല്ലൊരു എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുത്തുളയ്യ വളരെ ടേസ്റ്റ് ഉണ്ട്. അത്ര സ്പൈസി ഒന്നുമല്ല. ബാക്കി 2 കൂടെ ബാക്കി. ഓക്കെ. നിങ്ങൾ ഇതൊന്നും കൂടി ഒന്ന് പേര് പറഞ്ഞുതരാണെങ്കിൽ. ഇത് തന്തൂരി പ്ലേറ്ററാണ്. ഓക്കെ. ഇതിനകത്ത് നമുക്ക് പറഞ്ഞത് ചിക്കൻ മുർഗ്, മുർഗ് മലായി, ചിക്കൻ ടിക്ക, ചിക്കൻ സീ കബാബ്, തന്തൂരി ചിക്കൻ, ചിക്കൻ ലഹോരി. ഇതിനിപ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷെഫിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര്? ഇതിൻ്റെ തന്തൂരി പ്ലേറ്റർ തന്നെയാണ്. തന്തൂരി പ്ലേറ്റർ, ഷെഫ് സ്പെഷ്യൽ തന്തൂരി പ്ലേറ്റർ. ഓക്കെ. ഇത് നമ്മളെ മലായി അല്ല, ഇത് ചിക്കൻ മുംതാസ്. മുംതാസ് ആണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റമാണ് ചിക്കൻ മുംതാസ്. ചിക്കൻ മുംതാസ്. അതിനകത്ത് ചീസ് സ്റ്റഫ് ചെയ്ത് ഈ പെണ്ണുങ്ങളെ പേര് കണ്ടു ടേസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള മൈൻഡ്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചീസ് സ്റ്റഫ് ചെയ്ത് വരുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ്റെ ഉള്ളിൽ. ഓക്കെ. ചിക്കൻ്റെ ഉള്ളിൽ ചീസ് സ്റ്റഫ് ചെയ്ത് തന്തൂറിൽ കുക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടർ. മുംതാസ് ആണ്. ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾ പേര്. മുംതാസ് എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞേ? അടിപൊളിയാ. ഓക്കെ. പിന്നെ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് കന്നടക്കാരെ നീർദോശ, പിന്നെ ഗീ റൈസ് നമ്മളെ എൻഷെഫിൻ്റെ സ്പെഷ്യൽ. പിന്നെ ഫിഷ് കറി എങ്ങനെയാണ്? ഫിഷ് മാംഗോ കറിയാണത്. എൻഷെഫിൻ്റെ സ്പെഷ്യൽ മാംഗോ കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടെയാണ്. മസ്റ്റ് ട്രൈ. സീർ ഫിഷ് മാംഗോ കറി. അതും നീർദോഷമാണോ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതും വെള്ളപ്പാണോ? ഇത് രണ്ടിൻ്റെയും കൂടെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഐറ്റം എന്തിൻ്റെ കൂടെയാണ് മെയിനായിട്ട് കഴിക്കുന്നത്? ഇത് നമ്മൾ സ്റ്റാർട്ടറാണ്. ഓക്കെ. സ്റ്റാർട്ടർ ഫസ്റ്റ് ഒന്ന് ചുമ്മാ അങ്ങനെ ഇരുന്നാണ്ട് കഴിച്ചാൽ. അതേപോലെ തന്നെ ഇതും. അതെ. ഓക്കെ. ഇനാസേ, ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് എത്രയായി? ഞാൻ ഇപ്പോൾ ഒരു വർഷമായി. ഓക്കെ. അപ്പോൾ ഇനാസിന് വ്ളോഗിങ് തുടങ്ങണം, വ്ളോഗിങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ഇനാസിന് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ബാംഗ്ലൂരിൻ്റെ സ്റ്റൈലിൽ കുറച്ച് വ്ളോഗ് എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ട് വ്ളോഗിങ്ങിൻ്റെ. എല്ലാവർക്കും പങ്കെടുക്കാം. ഫസ്റ്റ് സ്റ്റുഡൻ്റാണ് ഇനാസ്. ഇനാസേ, ഞാൻ എന്നോട് ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഈ ഫുഡ് വ്ളോഗ് തുടങ്ങിയത്? ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണോ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എന്താ സത്യം പറയണത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പല കാര്യങ്ങളും പറയാനുണ്ട് അല്ലേ. അതിപ്പോൾ ഫുഡ് വ്ളോഗിങ് വെച്ചാൽ പല രീതിയിലാണ്. ഇപ്പോൾ പലർക്ക് പല പാഷൻസ് ആയിട്ടുണ്ട്. അതെ. ചിലർ വരക്കണവരുണ്ട്, ചിലർ പാടുന്നവരുണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസിലാണെങ്കിലും അതെ, യൂട്യൂബിലാണെങ്കിലും അതെ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൈവച്ച ആൾക്കാരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്കറിയാം. അതുപോലെ തന്നെ എങ്ങനെ ആൾക്കാരായിട്ട് പെരുമാറാൻ എനിക്കറിയാം. അപ്പോൾ അതൊരു വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒന്നുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ. കാരണം പണ്ടൊക്കെ വെച്ചാൽ ഫുഡ് കഴിക്കാത്തതിന് വീട്ടിൽ പലരും പറയലുണ്ട് ഫുഡ് കഴിക്കാണ്ട് വടിയെടുത്ത് അടിച്ചിട്ട് തന്നെ കഴിപ്പിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫുഡ് കിട്ടാൻ നടക്കിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഇപ്പം ബാംഗ്ലൂർ എന്താ പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഇവിടെ BSc MIT റേഡിയോളജി. അപ്പം ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ ആകാശ് മെഡിക്കൽ കോളേജിൽ. അപ്പം എന്തായാലും ഫുഡ് വ്ളോഗാണ് തുടങ്ങിയിരിക്കുന്നത്. ഫുഡ് വ്ളോഗാണ് മെയിനായിട്ട് ചെയ്യാനുള്ള ആഗ്രഹം. ഓക്കെ. എന്നാൽ ഇനിയിപ്പോൾ ഒരു നീർദോശ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. ടേസ്റ്റോ? ചെക്കന് കഴിവുണ്ടോന്ന് മനസ്സിലാക്കണ്ടേ? ആവല്ലേ, ആയിക്കോട്ടെ. ഇതൊന്ന് എടുത്തിട്ട് ഞാൻ വ്ളോഗ് ചെയ്യണോ? വ്ളോഗല്ല, നീ അത് എടുത്തിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയണം. അതെ. ഈ ഫുഡ് വ്ളോഗർ ആണെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് കഴിക്കാൻ പോണത് നമ്മളെ കിങ് പ്രോൺസ്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടേഴ്സ് ആയിട്ടാണ് സെർവ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ തൊള്ള നോക്കിക്കേണ്ടി വരുമോ? ഇവര് ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ഒരു ഫ്യൂഷൻ ഡിഷാണ്. ലൈക്ക് നമ്മുടെ നാടൻ ഡിഷാണ്. നല്ല അടിപൊളി സ്പൈസിയും അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ്. നാവിന് നമ്മളെ എരിവ് കിട്ടാത്ത സമയത്തൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ്, ഒരു അടിപൊളി ഐറ്റം തന്നെ. അത് കൂടാതെ തന്നെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആളിങ്ങനെ വീഡിയോ എടുക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല, മെല്ലെ കഴിക്കുന്ന കേട്ടോ. സമാധാനത്തോടെ കഴിച്ചിട്ട് ഇനി അടുത്ത് പറയാം. അപ്പോൾ ചെമ്മീന് വയനാട് ഇറങ്ങുന്നില്ല കേട്ടോ, കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ്? മസാല എങ്ങനത്തെ ഒരു മസാല വെച്ചാൽ അത്യാവശ്യം നോർമൽ സോൾട്ടഡും, അത് കൂടാതെ തന്നെ പക്ഷെ നല്ല അടിപൊളി ഒരു ഇച്ചിരി സ്വീറ്റ്നെസ്സും വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇച്ചിരി സ്പൈസിയും ഉണ്ട്. നമ്മൾ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പൈസി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ? അങ്ങനെയൊന്നുമില്ല, സ്റ്റാർട്ടേഴ്സായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഡിഷ് തന്നെയാണ്. ഇനി അടുത്തത്
അല്ലാണ്ട് ഇറങ്ങില്ലേ? അപ്പോൾ ചെമ്മീൻ ഇറങ്ങുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് എന്ത് പ്രശ്നമാണ്? അതിന് വേവ് കുറവ് ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ടുണ്ടോ? ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ, ഇനി കൂന്തലേക്ക് പോവാം. ഓക്കെ, സ്ക്വിഡ് വളരെ സമാധാനത്തോടെ കഴിച്ചാൽ ഞാൻ ധൃതി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അത് മേടിക്കണല്ലോ, എത്ര ബൈ നമുക്ക് വേണേൽ 2 പീസ് എടുത്ത് കഴിക്കാമല്ലോ. ഓൻ കഴിക്കും. അപ്പോൾ സ്ക്വിഡ് കഴിച്ചു, നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ. അത് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ, ഓൻ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നുള്ളത്. കഴിച്ചു നോക്കി, കറക്റ്റല്ലേ? ചെറുതായിട്ട് നിങ്ങളുണ്ടോ? ശരി. അത് പ്രശ്നം എന്താ ഇതിൻ്റെ വേവല്ല എനിക്ക് ഇഷ്ടപ്പെടാം. അതെ, ചെറിയ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഓനത് സ്ഥിരമായിട്ട് ചിലപ്പോൾ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഓനക്കത് അല്ല. ഇതെന്താ അറിയോ, ഇത് സംഭവം കറി വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. കറി വെക്കാതെ ഇങ്ങനെ ഒരു മസാല ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ വേവേ പാടുള്ളൂ. എന്താ പറയുക, അത് ഒന്നുകൂടെ വേവ് കൂടി കഴിഞ്ഞാൽ ഇത് മിക്സിംഗ് ആയി പോകും. അതെ, അപ്പോൾ പ്രശ്നമില്ല. ഇല്ലല്ല, പക്ഷെ കറക്റ്റാണ് ഈ പറഞ്ഞത്. പക്ഷെ എന്താ, എനിക്ക് കുറച്ചും കൂടി വേവ് കൂടുതലാണെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു ഇനി എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ട്രൈ ചെയ്യാൻ പോണേ ഇവരെ സ്ക്വിഡ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. പേരെന്താ ഞാൻ മറന്നു, എന്തൊക്കെ പറഞ്ഞെന്ന് വരും. ഇത് സ്ക്വിഡ് കൂന്തൽ എന്ന് പറയും. കൂന്തൽ അല്ല, മലയാളത്തിൽ കൂന്തൽ. ഇതിന് ഡിഷിന് പേരെന്താ കിട്ടുന്നത്? ഇത് സ്റ്റാർട്ടറാണ് അവർ ഒരു കൂന്തലായിട്ടുള്ള. സോ അടുത്ത ട്രൈ ചെയ്യാൻ പോണേ സ്ക്വിഡ് കൂന്തൽ. ഓക്കെ, ഇത് വളരെ വേവ് കൂടി, പിന്നെ മാത്രമല്ല ഇച്ചിരി സോൾട്ടഡ് കൂടുതലാണ്. സോൾട്ട് കൂടുതലാണോ? ഇച്ചിരി. സത്തർവായി നമ്മൾ ടേസ്റ്റ് ചെയ്യണം. കഴിച്ചോളെ. ഇച്ചിരി നോക്കിയത് അത് അതിൻ്റെ സാൾട്ട് അങ്ങനെ ഉണ്ടാവില്ലേ? ഇല്ല, ഇല്ല, അങ്ങനെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. സാൾട്ട് ഇത്ര വേണം, സാൾട്ട് കുറഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. അതെ, മീൻ കഴിക്കാത്തോണ്ട് അറിയില്ല, പക്ഷെ സംഭവം കുഴപ്പമില്ല. അതെ, കൂന്തളിന് അപ്പം ഇത്തിരി കുറച്ച് സാൾട്ട് വേണം കേട്ടോ. നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ? സെറ്റാക്കി ഇത്തിരി സാൾട്ട് വേണം. അതൊരു ആ ഒരു പെപ്പറിന്റെ ഉപ്പിന്റെ ഒരു സാൾട്ടാണ് അതിൽ വന്നിട്ടുള്ളത്. അതെ. ഓക്കെ, ഞാൻ അടുത്ത സാധനം കഴിക്കും. അടുത്താണ് സീർ ഫിഷ്. സീർ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തില്? അതാ കാര്യം ഞാൻ ഇങ്ങനെ കേട്ടുള്ളൂ, അങ്ങനെ പറയും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പോൾ സീർ ഫിഷ് എങ്ങനെ സീർ ഫിഷ് മലയാളം എന്താ പറയും? ഞാനൊന്ന് ഗൂഗിളിൽ നോക്കി. അതെ, ഇതാണ് റിയാലിറ്റി. സീർ ഫിഷ് എന്താ? സീർ ഫിഷ് എന്താന്ന് കമന്റ് ചെയ്യുമെല്ലാരും. ബെറ്റർ റിയാലിറ്റി കണ്ടോളി. വ്ളോഗ് പഠിപ്പിക്കാവുന്ന ആൾക്കാർക്ക് ഇതിന്റെ പേര് ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതെ അതെ. അപ്പോൾ സീർ ഫിഷ് ഇനി ആർക്കും അറിയില്ല, സംഭവം ഗൂഗിൾ ചെയ്ത് നോക്കി എന്താണ്. ഫോൺ എവിടെ? ഇനിയിപ്പോൾ ഓരോട് ചോദിക്കേണ്ടി വരുമോ? നമ്മൾ ജോസേട്ടനെ വിളിക്കേണ്ടി വരുന്ന തോന്നുന്നു. അല്ല, അയാൾ വിളിച്ചു, അതല്ല കറക്റ്റ്. എക്സ്ക്യൂസ് മീ, ഷെഫിനെ വിളിക്കാം. സീർ ഫിഷിന്റെ മലയാളം എന്താ? നെയ്മീൻ. കിട്ടി. സീർ ഫിഷ് നെയ്മീനാണ് ഞാൻ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോണത്. ടേസ്റ്റ് പിന്നെ കുറച്ച് വലുതെടുത്തോ. വലുത് നമുക്കിങ്ങനെ അങ്ങനെ വേറെ സ്പെഷ്യൽ മസാല ഒക്കെ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. പറ. എന്താ കേട്ടോ, എന്താ അടിപൊളിയാ? ഓക്കെ. എന്താ വെച്ചാൽ ഇച്ചിരി ക്രിസ്പി വരുന്നുണ്ട്, പിന്നെ മാത്രമല്ല അത്യാവശ്യം നോർമൽ മസാല. ടേസ്റ്റ് ചോദിക്കോളും, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. ക്രിസ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് നോക്കിയതാണ്. ചൂടാറിയായിരിക്കും. ഇപ്പില്ലല്ലോ, കറക്റ്റാണ്. നമുക്ക് കിട്ടുന്ന ആൾക്ക് എത്ര വേണം അതിനുള്ളല്ലോ നോർമൽ ക്രിസ്പി. രണ്ട് ഇഷ്ടപ്പെടുന്ന കഴിക്കാം, കുറച്ച് വേണമെന്നുള്ളത് കഴിക്കാം, നോർമൽ ആയിട്ടുള്ള കഴിക്കാം. ഓക്കെ. അപ്പോൾ ഫിഷിൽ ആള് ഒരു 100-50 മാർക്ക് നമ്മൾ കൊടുക്കുന്നത്. അതെ. ചിക്കൻ ചിക്കനിലേക്ക് പോവാം. ചിക്കൻ എടുത്താ ചിക്കൻ നമുക്ക് ഏതുമ്പോൾ തുടങ്ങാം. അതെ, ഇതിൽ പല പല കളറിനുണ്ട്, മഞ്ഞ, പച്ച, ചോപ്പ്. പച്ച കളർ എന്തിനാണ് പറയുന്നത്? പച്ച നമുക്ക് തോന്നുന്നത് ഗ്രീൻ ചില്ലിയുടെ അല്ലെങ്കിൽ ഷീക്ക് അല്ല, ഒരു ഗുലാബി അല്ല, ഗുലാബി ഫിനിഷ് വരിക. ഒരു ഗ്രീൻ മല്ലിച്ചപ്പ്, പുതിനൊക്കെ ഇടുന്നതിനാണ് ഗ്രീൻ കളർ. ഓക്കെ. അപ്പം മസാല ഷീക്ക് ഇത് ഷീക്ക് കബാബ്. പിന്നെ ഇത് പെപ്പറാവും ഒന്നല്ലെങ്കിൽ. ടേസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോ. ഓക്കെ. അപ്പോൾ പച്ചമ തുടങ്ങാം. മല്ലിയില പുതിന എന്നുള്ള പറഞ്ഞ കേസിൽ ഇതേ ഗ്രീൻ തിക്ക. നിങ്ങൾ ആദ്യം കാട്ടിയിരിക്കും. ഞാൻ ടേസ്റ്റ് ചെയ്യാം. ചിക്കൻ മൂപ്പറാൾക്ക് കൊടുക്കാം. മൂപ്പറാൾ റിവ്യൂ പറയട്ടെ. അല്ല കുഴപ്പമില്ല, നമുക്ക് ഇനി അങ്ങോട്ട് കൊടുക്കാം. ഫിഷ് എനിക്ക് തന്നല്ല, അപ്പം ഞാൻ ചിക്കൻ മൂപ്പറാൾ കൊണ്ടുവെക്കാം. എങ്ങനെയുണ്ട് പറയും? മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ. വേവ് നമ്മൾക്കൊരാൾക്ക് നല്ല രീതിയിൽ ചവച്ച് തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള വേവുണ്ട്.
അതിൽ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ വേണമെങ്കിൽ രണ്ടാളും കൂടി ഒന്ന് പകുതിയാക്കി കഴിച്ചു നോക്കാം. പകുതിയാക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ആയിക്കോട്ടെ. കട്ടിംഗ് ഒക്കെ പക്ക കേട്ടോ. വെസ്റ്റേൺ ഷൈപ്പ് എങ്ങനെ എന്താണ് കഴിക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയാണോ? കറക്റ്റ് അടിപൊളിയായിട്ട് മസാല ഉണ്ട്. അതെ, മസാല നല്ല പിടിച്ചിട്ടുണ്ടോ? നല്ല വന്നിട്ടുണ്ട്. നല്ല വന്നിട്ടുണ്ട്. ബോൺലെസ് ആയിട്ട് നല്ല പക്ക. ഇനി അടുത്ത സാധനം അടുത്ത നമുക്ക് റെഡ് ഡിഷ് കളറിലാണ്. ചിലപ്പോൾ സ്പൈസി ആയിരിക്കും, നോക്കാം. ഇത് നമുക്ക് സത്താർ ബായ് കൊടുക്കാം. സത്താർ ബായ് ടേസ്റ്റ് ഇത് സത്താർ ബായ് ടേസ്റ്റ് ചെയ്യട്ടെ. ആയിക്കോട്ടെ, കട്ട് ചെയ്തോളി. അവിടെ ചെയ്തോളി കഷ്ണം. ആയിക്കോട്ടെ. നമ്മൾ കഴിച്ചില്ലേ, ആ സെയിമാണ്. ആ മസാല ഒരു ഡിഫറെൻ്റ് ഉണ്ട്. ആ ഇത് നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഓക്കെ. കുറച്ച് സ്പൈസ് ഉണ്ട്, സ്പൈസ് കൂടുതലാണ്. ഒരു ചെറുതായിട്ട് 0.5. കൊള്ളാം, ടേസ്റ്റ് കുറച്ച് സ്പൈസി കൂടുതലാണെങ്കിലും അത്ര വലുതല്ല. അല്ല, ഒരു മസാലക്ക് ഒരു സ്പൈസി കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ ബോൺലെസ് ആണ്. അതെ, അപ്പം നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ ഈസി ആവുന്ന രീതിയിലും പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെർഫെക്റ്റ് വേവാണ്. ഒരാൾക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വേവാണ്. സ്പൈസി ഉണ്ട്. നമുക്ക് ഇതിലേക്ക് സ്പൈസി ഉണ്ട് ആവശ്യത്തിന്. നമുക്ക് മുംതാസ് കഴിക്കാം. മുംതാസ് കഴിക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. മുംതാസ്, ഷാജഹാനും മുംതാസിൻ്റെ പ്രേമ ഡിഷ് പോലെ. സ്റ്റാർട്ടിങ് മുംതാസ് ഓനായിട്ട് കഴിച്ചോട്ടെ. ഓൻ്റെ ക്ലാസ് ആണ്. ഇത് റൊമാൻറ്റിക് ഡിഷാണ് തോന്നുന്നു കേട്ടോ, അല്ലേ? ഷാജഹാൻ മുംതാസും പോലെ ഒരു വെറൈറ്റി ഡിഷ്. റൊമാൻറ്റിക്കിൽ എരിവ് കുറവാണ്. അതെ, കൂടുതലും മധുരമാണല്ലോ. അതെ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മുംതാസ്, ചിക്കൻ മുംതാസും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് വെച്ച് ഗ്രേവി ടൈപ്പ് ഡിഷാണ്. ഓക്കെ, ശരി, കളർലെസ് ആണ്, ക്രീമിയാണ്. ഓക്കെ, നമുക്കിത് കുറച്ചൊന്ന് കഴിച്ചു നോക്കാം. ചീസി ടൈപ്പ് കേട്ടോ. ഓക്കെ, കഴിക്കും. ചീസി ഡിഷ്, നല്ല ക്രീമി ടൈപ്പ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിഷാണ്. ഒരു അത്യാവശ്യം നല്ല ബോയിൽഡ് ആയിട്ടുള്ള ചിക്കനും അത് കൂടാതെ തന്നെ അതിൽ നല്ല അടിപൊളി ഫ്ലേവർ, ക്രീമി ആയിട്ടുള്ള ഫ്ലേവർ മസ്റ്റായിട്ടോ. അത്യാവശ്യം Yes. കുറച്ച് റൊമാൻറ്റിക്, സത്താറിൽ കുറച്ച് റൊമാൻസ് കുറവാണ്, കുറച്ച് കൊടുക്കാം. നേരത്തെ കഴിച്ചത്. മൂപ്പറ കുറച്ച് റൊമാൻസിനായിട്ട് കുറച്ച് കഴിച്ചിരിക്കണം മൂപ്പ, അല്ല? ആ ഒരു ടേസ്റ്റ് ആയിട്ടത്. അതെ. പിന്നെ നമുക്ക് അടുത്ത് കഴിഞ്ഞ് മെയിനായിട്ട് കേരള ഡിഷ്. ഇത് കേരള ഡിഷ് അല്ല, നീർദോശ എന്ന് പറയുന്നത് ശരിക്കും ഒരു കന്നഡക്കാരെ ഫേവറേറ്റ് ഡിഷ്. ദോശ, അതെ ബൈ. ആ പ്ലേറ്റ് ഒന്നാണ് മാങ്ങക്കറി, നല്ല മാങ്ങാക്കറിയും. നോട്ട് ദ പോയിന്റ്, നമ്മുടെ നെയ്മീനാണ്. സീർ ഫിഷ്, നെയ്മീൻ മാങ്ങക്കറി. ഇത് പോയിന്റ് എത്ര വലുത് വേണ്ട. കഴിച്ചോട്, ഇയാണ് അഭിപ്രായം പറയണ്ടേ. ഒറിജിനൽ മാങ്ങക്കറിയാണ്. മാങ്ങക്കറിയാണ്. ഒറിജിനൽ മാങ്ങക്കറിയാ? നാടൻ. പുതിയാണ് കഴിക്കാൻ കൊതിയായി. കഴിച്ചു. ദാ, നല്ല നീർദോഷം കൂട്ടി അടിച്ചു. ഇത് നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഊണിൻ്റെ കൂടെ വരെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് ചിലപ്പോൾ നെയ്ച്ചോറ് ഉണ്ടെന്ന് വെച്ചാൽ അതിനായിരിക്കും. അപ്പോൾ കർണാടക സ്പെഷ്യൽ നീർദോശ ഞാൻ ആദ്യമായിട്ട് സാധനം കഴിക്കണം കേട്ടോ. വന്നാണ് സാധനമാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. നീർദോഷം ചെമ്മീൻ റോസ്റ്റ്. കർണാടക നീർദോശ കഴിച്ചിട്ട് തലടിച്ചപ്പോൾ കൂട്ടി. അതെ, നമ്മളെ ഏരിയയിൽ അങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെ കുഷ്കിയും കബാബ് വെച്ച് രചിക്കായി നടക്കുന്നവരാ. അതെ, കേരളത്തിലെ പൊറോട്ട മാതിരിയാണ് ഇപ്പോൾ നീർദോശ. നീർദോശ അതെ കഴിച്ചേ തീരൂ. അതെ. ഞാനിവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, സോ നീർദോശ ആൻഡ് മാങ്ങക്കറി. എൻ്റെ ഉമ്മ എങ്ങനെയുണ്ട് നീർദോശ? ഇങ്ങനെ മെൽട്ടായിട്ട് ഇറങ്ങുന്നില്ലേ? പോള പോലെ നമ്മുടെ നാട്ടിലല്ലേ? ആ. അപ്പം ബാംഗ്ലൂരിലെ ഒരു മെയിൻ സാധനമാണ്, അല്ലെങ്കിൽ കർണാടകയിലെ ഒരു മെയിൻ സാധനമാണ് നീർദോശ. അതും മാങ്ങക്കറി, നല്ല മാങ്ങാക്കറി എന്ന് പറയുന്നത് നമ്മുടെ കേരളവും കർണാടകയും നമ്മളൊരു ടച്ചായി മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് ഇത്. ഉണ്ട്, പക്ഷെ നമ്മൾ നമ്മൾ ബാംഗ്ലൂർ പ്രമോഷൻ കൊടുക്കുന്നില്ല ഇതിന്. കാരണം ഇതിനൊരു ചെറിയ ഡിഷായിട്ടാണ് കാണുന്നത്. നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ വെള്ളപ്പം പൊറോട്ട ആ ഒരു തെറ്റാവില്ല. ഇത് ഇവിടുത്തെ ഒരു പൊറോട്ടയാണ്. അതെ, കാരണം ഇവരെ ഐറ്റംസ് കൂടുതൽ ഡൈജസ്റ്റ് ആവുന്ന ഐറ്റംസാണ് പെട്ടെന്ന്. അതിലുള്ളൊരു സംഭവമാണ് ഈ നീർദോശ.
ഇത് എപ്പോൾ അടിക്കണം അറിയോ? ഫുഡിന്റെ കൂടെ ചിലപ്പോൾ ചോറിന്റെ കൂടെ ചിലപ്പോൾ ഇടലുണ്ടല്ലോ ചില ഹോട്ടലിലൊക്കെ. അതെ, ഇതെപ്പോൾ അടിക്കണം അറിയോ? നല്ല തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ട് ഒഴിച്ചണ്ടടിക്കണം. സംഭവം ഇത് കഴിച്ചപ്പോ നാട് മിസ്സാവുണ്ട് കേട്ടോ നല്ലോണം. നാട്ടിൽ പോയിട്ട് ഞാൻ പോവാണ്. എപ്പോഴാണ്? ഞാൻ ഈ ആഴ്ച പോവും. തറവായി ഒരു വെള്ളപ്പം കൂടി ഇടട്ടെ. സത്താർബായി കൊടുക്കുക. സത്താർബായിക്ക് നല്ല വിശപ്പുണ്ടാവും. നോമ്പ് പറഞ്ഞിട്ട് മൂപ്പര് കറക്റ്റായിട്ട് കഴിച്ചിട്ടില്ല. ഓക്കെ, നല്ല വലിയ വെള്ളപ്പാട്ടോ, ഫുള്ളായാ? നല്ല വലിയ വെള്ളപ്പാണ്. അപ്പം നല്ല വെള്ളപ്പും മീൻകറിയും കൂടി ഒന്ന് അടിച്ചോട്ടെ. ഞാൻ നീർദോഷമ തന്നെ അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ പല പല ഐറ്റംസ്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ്, ഫിഷ് വേണമെങ്കിൽ ഫിഷ്, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ, അയ്യോ ചിക്കൻ. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് നമ്മളെ ബ്രിഗേഡിലുള്ള എൻഷെഫ് റെസ്റ്റോറൻറ്റ്. ഇനിയിപ്പോൾ കേരള സ്റ്റൈൽ ഫുഡ് വേണമെങ്കിൽ അതിനും അതെ ഒരു അടിപൊളി. ആൾക്കാരെ നീ എങ്ങനെ വെൽക്കം ചെയ്യുക ഈ വ്ളോഗിൽ അവസാനം പറഞ്ഞുകൊണ്ട്? അതാണ് മെയിൻ പാർട്ട്. ആൾക്കാരെങ്ങനെ വെൽക്കം ചെയ്യണം? നല്ല അടിപൊളി കേരള സ്റ്റൈൽ ഫുഡ് കഴിക്കാനും ഇനിയിപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ചിക്കൻ ഐറ്റംസ് കഴിക്കാനും ഞാൻ പോരി നമ്മളെ ബ്രിഗേഡിലുള്ള എൻഷെഫ് റെസ്റ്റോറൻറ്റിലേക്ക്. അത്ര മതിയോ? അത് മതി. അത് കണ്ടാൽ മതി. ഒന്നുകൂടി ബെറ്റർ. ആ സ്റ്റാർട്ടിങ് റെഡി ആവും. ശരിയാവൂലേ? ഓക്കെ. അപ്പോൾ എന്തായാലും എൻഷെഫ് റെസ്റ്റോറൻറ്റിലെ ഒരു ഫാമിലി കുസൈൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിന്ന് ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ചൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഡിഷ്. അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾ കഴിക്കേണ്ട ഒരു സംഭവമാണ് മാങ്ങൻ്റെ ഈ സീർ ഫിഷ് കറിയും പിന്നെ നീർദോശയും. അതുതന്നെ ഫിഷ് നിങ്ങൾക്ക് സ്റ്റാർട്ടേഴ്സൊക്കെ ആയിട്ട് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും കഴിക്കാൻ പറ്റുന്ന ഡിഷാണ് ഈ പ്രോൺസും സ്ക്വിഡും സീർ ഫിഷൊക്കെ ആയിട്ടുള്ള ഈ ഒരു പ്ലേറ്റ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഈ മാങ്ങാക്കറിയും നീർദോഷമാണ്. കാരണം നമുക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്നത് വീട്ടിൽ നിന്ന് കഴിക്കണം. അതെ, ഓക്കെ. നിങ്ങൾ കന്നഡ പഠിച്ചതല്ല, കന്നഡ ബാംഗ്ലൂർ വന്നാൽ ബ്രിഗേഡിലോട്ട് വരാത്ത ഒരാളുണ്ടാവും. അതെ, കന്നഡയിൽ ഫാമിലി ആണെങ്കിലും ಅತ್ರ ಉಂಟು ಎಲ್ಲರೂ ಅತ್ರ ಕನ್ನಡದಲ್ಲಿ ನಾವು ಇವಾಗ ಟೇಸ್ಟ್ ಮಾಡೋ ಫುಡ್ ಅಂದರೆ ನೀರು ದೋಸೆ, ಅದೇ ಥರ ಚಿಕನ್ ಪ್ಲ್ಯಾಟರ್ ಇದೆ. ಅದರಲ್ಲಿ ತುಂಬ ವೆರೈಟಿ ಪ್ಲ್ಯಾಟರ್ಸ್ ಇದೆ. ಚಿಕನಲ್ಲಿ ವೆರೈಟೀಸ್ ಇದೆ. ಸೇಮ್ ಥರ ಫಿಶ್ಶು ಇದೆ. ಇದೊಂದು ಮಾಂಗಾ ಮಿಕ್ಸು ಸೀರ್ ಫಿಶ್ ಕರಿ. ಇದು ತುಂಬ ಟೇಸ್ಟ್ ಇದೆ. ಸೊ ಎಲ್ಲ ತುಂಬ ಚೆನ್ನಾಗಿದೆ ಎನ್ಶೆಫ್ ರೆಸ್ಟೋರೆಂಟಲ್ಲಿ. ಎಲ್ಲರೂ ಬಂದು ಒಂದು ಟೇಸ್ಟ್ ಮಾಡಿ ನೋಡಿ. ಸೂಪರ್, ಥ್ಯಾಂಕ್ ಯು.